കോഴിക്കോട് മിഠായി തെരുവിൽ തീപിടുത്തം വാർത്തയുടെ ഏറ്റവും പുതിയ വിവരങ്ങളുമായി പി വി കുട്ടൻ ചേരുകയാണ്. പി വി കുട്ടൻ, തീ നിയന്ത്രണ വിധേയമാകുന്നില്ലേ? എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? ജോജറ്റ്, ഇപ്പോഴും തീ പടർന്നു പിടിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോഴും മിഠായി തെരുവിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇവിടെ വലിയ തീപിടുത്തം നടന്നിരിക്കുന്നു. മിഠായി തെരുവിൽ നമുക്കറിയാം, നേരത്തെയും പല ഘട്ടങ്ങളിലായി ഇവിടെ തീപിടുത്തം നടന്നിട്ടുണ്ട്. വലിയ സ്ഫോടനങ്ങളടക്കം നടന്ന പശ്ചാത്തലം ഒരു കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ തന്നെ വലിയ സ്ഫോടനങ്ങളും വലിയ തീപിടുത്തങ്ങളും മിഠായി തെരുവിൽ ഉണ്ടായിട്ടുണ്ട്. ഇതിൽ ഏറ്റവും വലിയ ഒരു തീപിടുത്തം തന്നെയാണ് ഇന്നുണ്ടായിരിക്കുന്നത്. ഏതാണ്ട് അരമണിക്കൂർ മുമ്പാണ് മിഠായി തെരുവിൽ തീ പിടിച്ചിരിക്കുന്നത്. ഇപ്പോൾ വലിയ തീപിടുത്തം നടന്നിരിക്കുന്നു. ഏതാണ്ട് അരമണിക്കൂർ മുമ്പാണ് മിഠായി തെരുവിൽ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. ഇതിന്റെ തീപിടുത്തത്തിന്റെ കാരണം എന്താണെന്നതിനെ കുറിച്ച് ഇപ്പോഴും വ്യക്തമല്ല. എന്നാൽ തീ അണക്കുന്നതിന്റെ ശ്രമങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. വലിയ കോയൻകോ ബസാറിന് സമീപമുള്ള വസ്ത്രക്കടകൾക്കാണ്, തുണിക്കടകൾക്കാണ് തീ പിടിച്ചത്. അതുകൊണ്ട് തന്നെ വലിയ തീയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ചുറ്റുമുള്ള കടകളിലേക്കടക്കം തീ പടർന്നു പിടിക്കുന്ന കാഴ്ചകളാണ് നമുക്ക് മിഠായി തെരുവിൽ നിന്ന് കാണാൻ വേണ്ടി സാധിക്കുന്നത്. കോഴിക്കോട് നഗരത്തിലെ 4 ഫയർഫോഴ്സ് യൂണിറ്റിന് പുറമെ പരിസര പ്രദേശങ്ങളിൽ നിന്നുള്ള ഫയർഫോഴ്സ് സംഘങ്ങളും ഈ മിഠായി തെരുവിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ നടന്ന അപകടങ്ങളുടെ ഒരു വ്യാപ്തിയെല്ലാം കണക്കിലെടുത്തുകൊണ്ട് വളരെ കൃത്യമായ രക്ഷാപ്രവർത്തനങ്ങൾ. പി വി കുട്ടൻ, തീപിടുത്തത്തിന് കൃത്യമായ കാരണങ്ങൾ അധികൃതരുടെ ഭാഗത്തുനിന്ന് എന്താണെന്ന് വ്യക്തത ഇല്ലെങ്കിൽ പോലും എന്തെങ്കിലും സംശയകരമായ സാഹചര്യത്തിൽ ദുരൂഹതകൾ എന്തെങ്കിലും ഉണ്ടോ? ജോസഫ്, നമുക്ക് ഇപ്പോൾ ഈ സാഹചര്യത്തിൽ അത് സംബന്ധിച്ച വിഷയങ്ങളൊന്നും തന്നെ അത്തരം നിഗമനങ്ങളിലേക്കൊന്നും തന്നെ നമുക്ക് എത്താൻ വേണ്ടി സാധിക്കില്ല. ഇപ്പോൾ തീ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ, പരിസരത്തുള്ള ശബ്ദങ്ങൾ കാണുന്നത് പോലെ തീ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയുള്ള ഫയർഫോഴ്സ് യൂണിറ്റ്, അതുപോലെ തന്നെ പോലീസിന് പുറമെ നാട്ടുകാർ, ഇവിടുത്തെ ചുമട്ട് തൊഴിലാളികൾ, പരിസരവാസികളെല്ലാം തന്നെ വലിയ രീതിയിലുള്ള രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. എന്താണ് തീപിടുത്തത്തിന്റെ കാരണം എന്നതിനെ സംബന്ധിച്ച് അന്വേഷിക്കാനുള്ള ഒരു ഘട്ടമല്ല ഇത്. അത്തരത്തിലൊരു വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമാവുന്നില്ല. ഏതായാലും വലിയ തീപിടുത്തം തന്നെയാണ് നടന്നിരിക്കുന്നത്. തുണിക്കടകളിൽ തീ പിടിച്ചതിനാൽ വലിയ തീ ഉണ്ടായിരിക്കുന്നു. തൊട്ടടുത്ത കടകളിലേക്കും പടർന്നു പിടിക്കുകയാണ്. നമുക്കറിയാം, മിഠായി തെരുവിന്റെ ഒരു പൊതു സാഹചര്യം വളരെ ഇടുങ്ങിയ ഒരു തെരുവാണത്. ഇടുങ്ങിയ റോഡുകളും അതുപോലെ തൊട്ടടുത്തായുള്ള കടകളുമാണ് മിഠായി തെരുവിന്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഒരു കടയിൽ നിന്ന് തീ പിടിച്ചാൽ തൊട്ടടുത്തുള്ള കടകളിലേക്കും ആ വ്യാപാര സമുച്ചയങ്ങളിലേക്കും മൊത്തം ആ തീ പടർന്നു പിടിക്കാനുള്ള വലിയ സാധ്യതയും സാഹചര്യവും ഈ പ്രദേശത്ത് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ അപകടത്തിന്റെ വ്യാപ്തി പോലും നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. ആർക്കെങ്കിലും അപായം ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ ആർക്കും പരിക്കുണ്ടോ എന്ന കാര്യങ്ങളടക്കം ഇപ്പോൾ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കില്ല. കാരണം ഫയർഫോഴ്സിന് പോലും അടുത്തേക്ക് എത്താൻ പറ്റാത്ത രീതിയിലുള്ള വലിയ തീപിടുത്തമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് സംഭവിക്കുക, എന്താണ് ഇതിന്റെ വ്യാപ്തി എന്നതിനെ സംബന്ധിച്ച്. പി വി കുട്ടൻ, ഈ മിഠായി തെരുവിന്റെ ഏത് ഭാഗത്താണ്, ഏതൊക്കെ ഷോപ്പുകൾക്കാണ് തീ പിടിച്ചത് എന്നുള്ള കാര്യങ്ങൾ നമുക്കിപ്പോൾ ലഭ്യമായിട്ടുണ്ടോ? ജോജറ്റ്, മിഠായി തെരുവിൽ നിന്നും, അതായത് കോഴിക്കോട് ഈ മിഠായി തെരുവിന് അടുത്തുള്ള റോഡിൽ നിന്നും മിഠായി തെരുവിലേക്ക് പ്രവേശിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഭാഗത്ത് തന്നെ, അതായത് ഏറ്റവും കൂടുതൽ വസ്ത്രക്കടകൾ, വസ്ത്ര ഷോപ്പുകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രദേശത്താണ് തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. ഇവിടെ തുണിക്കടകളാണ് കൂടുതലായും ഉള്ളത്. നമുക്കറിയാം, മിഠായി തെരുവിന്റെ ഒരു പൊതു സാഹചര്യം അനുസരിച്ച് തൊട്ടടുത്താണ് കടകളുള്ളത്. ഇവിടെ തുണിക്കടകൾക്കാണ് തീ പിടിച്ചിരിക്കുന്നത്. കോയൻകോ ബസാറിന് തൊട്ടടുത്തുള്ള തുണിക്കടകൾക്കാണ് തീ പിടിച്ചിരിക്കുന്നത്. ഈ തീ ഇപ്പോൾ നിയന്ത്രണ വിധേയമാക്കാൻ വേണ്ടി ഫയർഫോഴ്സും പോലീസും ഉൾപ്പെടെയുള്ള സംഘങ്ങൾ വലിയ രീതിയിലുള്ള പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നാട്ടുകാരുടെ വലിയ സഹായം ഇവർക്ക് ലഭിക്കുന്നത്. നേരത്തെയുള്ള അപകടങ്ങളുടെ എല്ലാം തന്നെ സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് നാട്ടുകാരുടെയും പരിസരവാസികളുടെയും എല്ലാം തന്നെ വലിയ സഹായങ്ങൾ ഇവർക്ക് ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള പി വി കുട്ടൻ, രാത്രി ആയതുകൊണ്ട് തന്നെ ഈ കടകളിലൊക്കെ കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നോ? അങ്ങനെയുള്ളവരെ ഒഴിപ്പിക്കേണ്ടി വന്നോ? ആ മിഠായി തെരുവിലെ ജനങ്ങളുടെ ഒരു തിരക്ക് ഇപ്പോഴെങ്ങനെയാണ്? ജോജറ്റ്, മിഠായി തെരുവിൽ നമുക്ക് സന്ധ്യാസമയത്താണ് ഏറ്റവും കൂടുതൽ കച്ചവടം നടക്കുന്നത്. രാത്രി നേരങ്ങളിൽ മിഠായി തെരുവിൽ പൊതുവെ ആൾത്തിരക്ക് ഉണ്ടാകാറില്ല. അതുകൊണ്ട് തന്നെ ഈ കടകളിൽ ആൾക്കാർ ഉണ്ടായിരുന്നില്ല എന്ന നിഗമനത്തിലാണ് പോലീസും ഫയർഫോഴ്സ് സംഘവും ഇപ്പോഴുള്ളത്. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അവരെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നത്. നമുക്ക് പോലും, മാധ്യമപ്രവർത്തകർക്കും അതുപോലെ തന്നെ പോലീസ് സംഘത്തിന് പോലും തൊട്ടടുത്ത് എത്താൻ പറ്റാത്ത രീതിയിലാണ് തീ വ്യാപിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നതോ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ഇപ്പോൾ ഒരു തരത്തിലുള്ള
ഒരു തരത്തിൽ നിഗമനത്തിലും എത്താൻ വേണ്ടി സാധിക്കാത്ത ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. പക്ഷെ പൊതുവിൽ ആളപായം ഉണ്ടാകില്ല എന്നാണ് വിശ്വസിക്കുന്നത്. കാരണം 10 മണി കഴിഞ്ഞതിന് ശേഷമാണ് ഈ തീപിടുത്തം നടന്നത് എന്നതുകൊണ്ട് തന്നെ ആൾക്കാർ ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോയിട്ടുണ്ടാകും എന്നൊരു നിഗമനത്തിലാണ് പോലീസും അധികൃതരുമെല്ലാം ഉള്ളത്. എങ്കിലും ഏതെങ്കിലും കടകളിൽ ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ അവരെ രക്ഷപ്പെടുത്താനുള്ള നീക്കങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിവിക്കുട്ടൻ, ഉപഭോക്താക്കൾ മാത്രമല്ല, കടയുടെ മറ്റു ജീവനക്കാർ അടക്കമുള്ള ആൾക്കാരുടെ, ഈ തീപിടിച്ച കടകളിലെ തൊഴിലാളികൾ, അത്തരക്കാരെ പറ്റിയുള്ള വിവരങ്ങൾ ലഭ്യമായോ? ജോലക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 10 മണിക്ക് ശേഷം നടന്ന തീപിടുത്തമായതിനാൽ തന്നെ, അല്ലെങ്കിൽ രാത്രി വൈകി നടന്ന തീപിടുത്തമായതിനാൽ തന്നെ ഉള്ളിൽ ആൾക്കാർ, അതായത് കടകളുടെ ഉടമകളോ അല്ലെങ്കിൽ അവിടുത്തെ ജീവനക്കാരോ ഒന്നും തന്നെ കുടുങ്ങാൻ സാധ്യതയില്ല എന്നൊരു പൊതു നിഗമനത്തിലാണ് ഫയർഫോഴ്സും പോലീസും ഒക്കെ ഉള്ളത്. എന്തായാലും അങ്ങനെ അത്തരത്തിലൊരു അപകടം ഒഴിവാകട്ടെ എന്ന ഒരു അത്തരത്തിൽ ആരും ഈ അപകടത്തിൽ ഉൾപ്പെടാതിരിക്കട്ടെ എന്നൊരു നിഗമനമാണ് പൊതുവിലുള്ളത്. പക്ഷേ അവിടെ പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിനടുത്തേക്ക് എത്താൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട്. ഏതായാലും പോലീസും ഫയർഫോഴ്സും വലിയ രീതിയിലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുന്ന രീതിയിലേക്ക് എത്തി. നഗരത്തിലെ 4 or 5 ഫയർഫോഴ്സ് യൂണിറ്റുകൾക്ക് പുറമെ ഈ പരിസരത്തുള്ള വലിയ രീതിയിലുള്ള ഫയർഫോഴ്സ് സംഘം ഇവിടത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ജ്യോതിത്ത്, രക്ഷാപ്രവർത്തനത്തിന്റെ കൃത്യമായ വിവരങ്ങൾ എന്താണ്? അധികൃതരൊക്കെ സ്ഥലത്ത് എത്തിയിട്ടുണ്ടോ? ഫയർഫോഴ്സ് എണ്ണം അനുസരിച്ച് തന്നെ ആവശ്യത്തിന് ഉണ്ടോ? എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ രക്ഷാപ്രവർത്തനത്തിന്റെ? ജോജറ്റ്, ഈ അപകടം നടന്ന ഉടൻ തന്നെ നഗരത്തിലുള്ള ഫയർഫോഴ്സ് സംഘം മുഴുവൻ ഇവിടെ എത്തിയിരുന്നു. അപ്പോൾ ബന്ധപ്പെട്ടപ്പോൾ തന്നെ വലിയ തീപിടുത്തമാണ് നടന്നതെന്ന് സംബന്ധിച്ച വിവരമാണ് ഫയർഫോഴ്സ് സംഘത്തിൽ നിന്നും നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം. എന്നാൽ നഗരത്തിൽ നിന്നും എത്താൻ പറ്റുന്ന ഫയർഫോഴ്സ് സംഘം അവിടെ എത്തുകയും തുടർന്ന് അതിനുശേഷം ഈ പരിസരത്ത് വേലത്തൂർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ നിന്നും ഫയർഫോഴ്സ് സംഘം ഇവിടത്തേക്ക് എത്തി. അതിനുശേഷം രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ജോജറ്റ്, കുട്ടൻ, സ്വാഭാവികമായും രക്ഷാപ്രവർത്തനം വളരെ ബുദ്ധിമുട്ടുള്ള ഒരു പ്രദേശം കൂടിയാണ് അത്. കാരണം ഈ സമകാലീന വർഷത്തിനിടയിൽ 6ാമത്തെ തവണയാണ് സമാനമായ സാഹചര്യത്തിൽ തീ പിടിക്കുന്നത്. നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ്? ഏതെങ്കിലും തരത്തിലുള്ള അട്ടിമറികൾ, ആ തരത്തിലുള്ള സൂചനകൾ ലഭിക്കുന്നുണ്ടോ? അത്തരം സൂചനകളിലേക്ക് പോകാൻ നമുക്കിപ്പോൾ അത്തരം വിവരങ്ങൾ നമുക്ക് ലഭ്യമായിട്ടില്ല. പക്ഷേ മിഠായി തെരുവിനെ സംബന്ധിച്ച് എപ്പോഴും വളരെ സെൻസിറ്റീവായ ഒരു പ്രദേശമാണ്. ഇപ്പോൾ നമുക്കറിയാം, മിഠായി തെരുവിന്റെ കടകൾ തൊട്ടടുത്തുള്ള കടകളെല്ലാം തന്നെ വളരെ വളരെ അടുത്തുള്ള കടകളാണ്. അതുപോലെ തന്നെ ഇവിടേക്കുള്ള റോഡ് വളരെ ഇടുങ്ങിയതാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തേക്ക് എത്തിച്ചേരാൻ പോലും നേരത്തെ 2007 ഇവിടെ വലിയ സ്ഫോടനം നടന്നപ്പോഴും അന്ന് നമ്മൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ പോലും അന്ന് പകലാണ് വലിയ സ്ഫോടനം നടന്നതെങ്കിലും അന്നും ഇവിടേക്ക് എത്തിച്ചേരാൻ വേണ്ടി നമുക്ക് മാധ്യമപ്രവർത്തകർക്ക് അല്ലെങ്കിൽ ഫയർഫോഴ്സിന് പോലും എത്തിച്ചേരാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം അത്രയും ഇടുങ്ങിയ റോഡാണ് ഈ പ്രദേശത്തേക്കുള്ളത്. മിഠായി തെരുവിന്റെ ഒരു പൊതു സവിശേഷത എന്ന് പറയുന്നത് വളരെ തൊട്ടടുത്തുള്ള കടകളും അതിന് മുന്നിലുള്ള റോഡ് വളരെ ഇടുങ്ങിയ റോഡുമാണ്. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തകർക്കും ഈ ഫയർഫോഴ്സ് സംഘത്തിനും പോലീസ് സംഘത്തിനുമെല്ലാം വാഹനങ്ങളിൽ എത്താൻ പോലും ബുദ്ധിമുട്ടായിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഇവിടെ ഉണ്ട്. എങ്കിലും വളരെ സജീവമായ രീതിയിലുള്ള രക്ഷാപ്രവർത്തനം ഇവിടെ മിഠായി തെരുവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. പല വിധത്തിലുള്ള പോലീസ് സംഘവും അതുപോലെ തന്നെ ഫയർഫോഴ്സിന്റെ പറ്റാവുന്ന എല്ലാ യൂണിറ്റുകളും ഇവിടെ എത്തി തീ അണക്കാനുള്ള ശ്രമം തുറന്നുകൊണ്ടിരിക്കുന്നു. പല രീതിയിലുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ കെട്ടിടങ്ങൾക്കകത്ത് തീ പിടിച്ച കടകൾക്കകത്ത് ആൾക്കാരുണ്ടെങ്കിൽ അവരെ പുറത്തെത്തിക്കാനുള്ള ശ്രമം നടക്കുന്നു. തീ മറ്റ് കെട്ടിടങ്ങളിലേക്ക് പടരാതിരിക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് വളരെ വലിയ തോതിൽ അപകടകരമായ ഒരു സാഹചര്യം നിലവിൽ നിൽക്കുന്നു. ആളപായം, അത് സംബന്ധിച്ചുള്ള സൂചനകൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അത്തരം സൂചനകളൊന്നും തന്നെ ഇതുവരെയും ലഭ്യമായിട്ടില്ല. പക്ഷെ അത്തരം ഒരു സാഹചര്യം നമുക്ക് തള്ളിക്കളയാനും പറ്റില്ല. കാരണം വലിയൊരു തീപിടുത്തമാണ്. കഴിഞ്ഞ കുറെ വർഷങ്ങൾക്ക് ഇപ്പുറം നടക്കുന്ന വലിയൊരു തീപിടുത്തമാണ് ഇപ്പോൾ കോഴിക്കോട് മിഠായി തെരുവിൽ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ അപകട സാധ്യതകൾ അല്ലെങ്കിൽ ഇതിന്റെ ആളപായ സാധ്യതകൾ എത്രത്തോളം ഉണ്ട് എന്നതിനെ കുറിച്ച് നമുക്കിപ്പോൾ പ്രവചിക്കാൻ അല്ലെങ്കിൽ അത്തരത്തിലൊരു റിപ്പോർട്ട് നൽകാൻ വേണ്ടി സാധിക്കുന്ന സ്ഥിതിവിശേഷമല്ല ഇപ്പോൾ ഉള്ളത്. ഇവിടെ എത്തിയിരിക്കുന്ന പോലീസ് സംഘവും ഫയർഫോഴ്സ് സംഘവും എല്ലാം ഇവിടെ നിന്നും തീ അണക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. അതുപോലെ തന്നെ ഈ പരിസര പ്രദേശങ്ങളിൽ ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ അവരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം തുടരുകയാണ്. അതിൽ ഏത് രീതിയിലാണ്, അതായത് തീപിടുത്തത്തിന് എന്താണ് കാരണം എന്നതിനെ കുറിച്ചോ ഏത് സാഹചര്യത്തിലാണ് തീപിടുത്തം ഉണ്ടായതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇപ്പോൾ അന്വേഷിക്കും ഒരു സാഹചര്യം അവിടെ പോലീസിനോ അല്ലെങ്കിൽ ഫയർഫോഴ്സിനോ ഇല്ല. അതുകൊണ്ട് തന്നെ ആദ്യഘട്ടം എന്ന രീതിയിൽ ഈ തീ അകപ്പെട്ടവർ അല്ലെങ്കിൽ ഇത്തരത്തിൽ തീ പടർന്നു പിടിക്കാനുള്ള സാഹചര്യം ഒഴിവാക്കുകയാണ് ഫയർഫോഴ്സ് സംഘം.
ഫയർഫോഴ്സ് നിലവിൽ അവിടെ എത്തി എത്രത്തോളം തീ നിയന്ത്രണ വിധേയമാണ് എന്നത് സംബന്ധിച്ച് എന്തെങ്കിലുമൊക്കെ വിവരം ലഭിക്കുന്നുണ്ടോ? കാരണം സമയം ഇത്രത്തോളം ആയ സ്ഥിതിക്ക് നമ്മുടെ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഇപ്പോഴും കോഴിക്കോട് ജില്ലയുടെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ഫയർഫോഴ്സ് സംഘം മിഠായി തെരുവിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ 4-5 ഫയർഫോഴ്സ് സംഘം ഉണ്ടായത് ഇപ്പോൾ ഏതാണ്ട് 10-ലധികം സംഘങ്ങൾ നമ്മുടെ കൺമുന്നിലൂടെ തന്നെ മിഠായി തെരുവിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ ഇപ്പോഴും തീ അണക്കാനുള്ള ശ്രമങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ആദ്യ പ്രിഫറൻസ് ഫസ്റ്റ് പരിഗണന തീ അണക്കുക എന്ന കാര്യത്തിലാണ്. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തൊട്ടടുത്ത കടകളാണ്, വളരെ മുട്ടിമുട്ടിയുള്ള കടകളാണ്. അതിൽ പലതും ഓടിട്ട കടകളുണ്ട്, വളരെ പെട്ടെന്ന് തീ പിടിക്കാൻ സാധ്യതയുള്ള കടകളുണ്ട്. തുണിക്കടകൾ പെട്ടെന്ന് തന്നെ തീ പിടിക്കാനുള്ള സാധ്യതകളുള്ള കേന്ദ്രങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ തീ ആളിപ്പടരുന്ന ഘട്ടത്തിൽ പോലും അത് അണച്ചുകൊണ്ടും അതുപോലെ തന്നെ മറ്റ് കടകളിലേക്ക് തീ പടരാതിരിക്കാനുള്ള ശ്രമങ്ങളുമാണ് ഇപ്പോൾ ഫയർഫോഴ്സ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കുട്ടൻ, ഈ കടകൾക്കുള്ളിൽ ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ? അത്തരത്തിലുള്ള സംശയം, സൂചനകൾ എന്തെങ്കിലുമൊക്കെ ലഭിക്കുന്നുണ്ടോ? അത്തരം സൂചനകൾ സംബന്ധിച്ചിപ്പോൾ വിവരങ്ങൾ ലഭ്യമല്ല. പക്ഷേ ഇവിടെ നടന്ന ഈ തീപിടുത്തത്തിൽ തീ അണക്കുന്നതുമായി ബന്ധപ്പെട്ട് പരിസരവാസികളുടെയും അവിടുത്തെ ചുമട്ട് തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവരെല്ലാം തന്നെ വളരെ വലിയ സഹായ സഹകരണങ്ങൾ പോലീസിനും അതുപോലെ തന്നെ ഫയർഫോഴ്സ് സംഘത്തിനും ലഭിക്കുന്നുണ്ട്. ജില്ലാ ഭരണകൂടം ഉണർന്ന് പ്രവർത്തിച്ചുകൊണ്ട് തന്നെയാണ് തീ അണക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജില്ലയിലെ മുഴുവൻ ഫയർഫോഴ്സ് യൂണിറ്റുകളും മിഠായി തെരുവിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അത്തരമൊരു നിർദ്ദേശം ജില്ലാ കളക്ടർ നേരിട്ട് നൽകിയെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ വേണ്ടി സാധിക്കുന്നത്. 15 യൂണിറ്റുകൾ നേരത്തെ ഉണ്ടായിരുന്ന ഫയർഫോഴ്സ് യൂണിറ്റുകളിൽ നിന്നും അധികമായി 15ഓളം യൂണിറ്റുകൾ കോഴിക്കോട് മിഠായി തെരുവിൽ എത്തിക്കഴിഞ്ഞു. ജില്ലയുടെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ഫയർഫോഴ്സ് സംഘങ്ങൾ ഇപ്പോൾ കോഴിക്കോട് മിഠായി തെരുവിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ജനങ്ങൾ ഈ മിഠായി തെരുവിലേക്ക് തള്ളി കയറരുത് എന്ന ഒരു നിർദ്ദേശം, അത്തരമൊരു അഭ്യർത്ഥന ജില്ലാ ഭരണകൂടം നടത്തിയിട്ടുണ്ട്. ജില്ലാ കളക്ടർ അത്തരമൊരു അഭ്യർത്ഥന നടത്തിയിട്ടുണ്ട്. കാരണം ഇത്തരത്തിൽ ജനങ്ങൾ തള്ളിക്കയറുന്നത് സ്വാഭാവികമായി രക്ഷാപ്രവർത്തനത്തിന് തടസ്സമാകും. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ജനങ്ങൾ ഇതുമായി ബന്ധപ്പെടാത്ത ആൾക്കാർ, ഫയർഫോഴ്സ് സംഘം അതുപോലെ തന്നെ പോലീസ്, ഈ സന്നദ്ധ സംഘടനാ പ്രവർത്തകർക്ക് അപ്പുറത്ത് ഒരാളും മിഠായി തെരുവിന്റെ ഉള്ളിലേക്ക് കയറരുത് എന്ന നിർദ്ദേശം, ഒരു അഭ്യർത്ഥന ജില്ലാ കളക്ടർ തന്നെ നടത്തിയിട്ടുണ്ട്. ഈ കൂടുതൽ കടകളിലേക്ക് തീ പടർന്ന് പിടിക്കുന്നുണ്ടോ? അതിനുള്ള സാഹചര്യം നിലവിലുണ്ടോ? തീർച്ചയായും അത്തരത്തിൽ കൂടുതൽ കടകളിലേക്ക് തീ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് തടയുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഫയർഫോഴ്സിന്റെ ഭാഗത്തുനിന്ന് വളരെ വിപുലമായി നടക്കുന്നുമുണ്ട്. ആ ഘട്ടത്തിലാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ജില്ലയുടെ പല ഭാഗങ്ങളിൽ നിന്നുള്ള മുഴുവൻ ഫയർഫോഴ്സ് യൂണിറ്റിനെയും കോഴിക്കോടേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ എത്ര യൂണിറ്റ് ആണ് എത്തിയിട്ടുള്ളത് കുട്ടൻ? ഇപ്പോൾ നമ്മുടെ കൺമുന്നിൽ തന്നെ 10-ലധികം യൂണിറ്റുകൾ, ഏതാണ്ട് 15ഓളം ഫയർഫോഴ്സ് യൂണിറ്റുകൾ ഇതിന്റെ പല ഭാഗങ്ങളിലായി രക്ഷാപ്രവർത്തനം നടത്തുന്നുണ്ട്. പക്ഷേ ഏറ്റവും വലിയ തടസ്സം എന്ന് പറയുന്നത് മിഠായി തെരുവിലേക്ക് കയറുന്ന ആ റോഡടക്കം, അതിന് അവിടുന്ന് മുന്നോട്ട് പോയാലും ഈ വളരെ ഇടുങ്ങിയ റോഡാണ്. അതുകൊണ്ട് തന്നെ മുന്നോട്ട് ഒരുപാട് ദൂരം പോകാൻ വേണ്ടി സാധിക്കില്ല. ആ തൊട്ടടുത്ത് തന്നെ കുറച്ച് മുന്നോട്ട് പോയാൽ അപ്പോൾ തന്നെയാണ് ഈ തീപിടുത്തം നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ വെച്ച് തന്നെ രക്ഷാപ്രവർത്തനം നടത്തേണ്ട ഒരു സ്ഥിതിവിശേഷമാണ് ഫയർഫോഴ്സിന് മുന്നിലുള്ളത്. തൊട്ടടുത്ത കടകളിലേക്കോ അല്ലെങ്കിൽ തൊട്ടടുത്ത പ്രദേശത്തേക്കോ പോകാൻ പറ്റാത്ത രീതിയിൽ വലിയ തീയും പുകയും അവിടെ ഉണ്ട്. ഇതിനിടയിൽ ആരെങ്കിലും കുടുങ്ങിക്കിടക്കുമെന്നടക്കമുള്ള കാര്യങ്ങൾ പോലും ഇപ്പോൾ വ്യക്തമാകാത്തൊരു സാഹചര്യമാണുള്ളത്. ഏതായാലും വളരെ സജീവമായ രക്ഷാപ്രവർത്തനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ സമീപ പ്രദേശത്തെ കടകളുടെ സ്വഭാവം എങ്ങനെയുള്ളതാണ്? തുണിക്കടകൾക്ക് മാത്രമാണോ നിലവിൽ തീ പടർന്നിരിക്കുന്നത്, പിടിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ മറ്റുള്ള കടകൾ സമീപത്തുള്ളത് എങ്ങനെയാണ്? ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കോയൻകോ ബസാറിന് തൊട്ടടുത്തുള്ള ഷോപ്പുകൾ ഭൂരിഭാഗവും തുണിക്കടകൾ തന്നെയാണ്. മറ്റ് ആക്സസറീസ് വിൽക്കുന്ന കടകളുണ്ട്. അതുപോലെ തന്നെ അത്തരത്തിലുള്ള മറ്റ് പല കടകളുമുണ്ട്. എങ്കിലും തുണിക്കടകളിൽ നിന്ന് തീ പടർന്നു പിടിക്കുന്നതിനാൽ വളരെ ഗുരുതരമായ ഒരു സാഹചര്യം തന്നെയാണ് ഈ പ്രദേശത്തുള്ളത്. അത് നമ്മുടെ ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ്. തീ ആളിപ്പടർന്നുകൊണ്ടിരിക്കുന്ന ഒരു ദൃശ്യമാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അത്തരത്തിൽ വലിയ ഒരു തീപിടുത്തം തന്നെ മിഠായി തെരുവിൽ നടന്നിരിക്കുന്നു. എന്താണ് അതിന്റെ കാരണം, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് ഇത് കൈകാര്യം ചെയ്യേണ്ടത് എന്ന കാര്യത്തിലടക്കം വലിയ അവ്യക്തതയുണ്ട്. കാരണം 10-ലധികം 15ഓളം ഫയർഫോഴ്സ് യൂണിറ്റുകൾ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിലും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ സ്ഥലപരിമിതി വലിയ വിഷയമാണ്. ഈ 15 വാഹനങ്ങൾ ഒന്നിച്ച് നിർത്തിയിടാൻ പോലുമുള്ള ഒരു സാഹചര്യം ഈ പ്രദേശത്തില്ല. അതുകൊണ്ട് തന്നെ എങ്ങനെ ഈ വിഷയം കൈകാര്യം ചെയ്യണം എന്നത് സംബന്ധിച്ചുള്ള വലിയ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഫയർഫോഴ്സും പോലീസും എല്ലാം തങ്ങളെ കൊണ്ടാകുന്ന രീതിയിലുള്ള പരമാവധി
രക്ഷാപ്രവർത്തനം ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടൻ, കോഴിക്കോട് ജില്ലയിലെ മുഴുവൻ ഫയർഫോഴ്സിനെയും വിളിച്ചിട്ടുണ്ടെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. ഇപ്പോൾ ലഭിക്കുന്ന പുതിയ സാഹചര്യം, പുതിയ വാർത്തകൾ അനുസരിച്ച് സമീപ ജില്ലകളിലെ കണ്ണൂർ, വയനാട് പ്രദേശങ്ങളിലെ കൂടി ഫയർഫോഴ്സ് യൂണിറ്റിനെ അങ്ങോട്ടേക്ക് എത്തിക്കുന്നു എന്നാണ്. ആ നിലയ്ക്ക് വളരെ ഗൗരവതരമായ തരത്തിൽ തന്നെ തീ പടർന്നു പിടിച്ചിരിക്കുന്നു, വ്യാപകമാണ് എന്ന് കരുതാമോ? തീർച്ചയായും നമുക്ക് ലഭ്യമാവുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ അനുസരിച്ച് കണ്ണൂരിലെയും വയനാട്ടിലെയും മലപ്പുറത്തെയും ഫയർഫോഴ്സ് യൂണിറ്റുകളെ ഇവിടത്തേക്ക് വിളിച്ചു വരുത്തുന്നു എന്നാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം. അത്തരത്തിൽ വളരെ ഗുരുതരമായ ഒരു സ്ഥിതിവിശേഷം, ഒരുപക്ഷെ ആളപായം ഉണ്ടായില്ലെങ്കിലും വലിയ നാശനഷ്ടങ്ങൾ, കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടമായിരിക്കും മിഠായി തെരുവിൽ ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്. ഇനി വരുന്ന ദിവസങ്ങളിൽ അടക്കം വലിയ ഒരു വിഷയം ഈ തീപിടുത്തവുമായി ബന്ധപ്പെട്ട് തുടർ സാഹചര്യങ്ങൾ ഉണ്ടായേക്കാൻ സാധ്യതയുണ്ട്. കാരണം നമ്മുടെ കൺമുന്നിൽ ഇപ്പോഴും പല കടകളും കത്തി തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം കോടിക്കണക്കിന് രൂപയുടെ വ്യാപാരം നടക്കുന്ന ഒരു അത്തരത്തിൽ വലിയ നഷ്ടം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ വ്യാപ്തി, അപകടത്തിന്റെ വ്യാപ്തി കുറക്കാൻ വേണ്ടിയുള്ള വലിയ ശ്രമങ്ങളാണ് ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായാണ് കോഴിക്കോട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള എല്ലാ ഫയർഫോഴ്സ് യൂണിറ്റുകളെയും ഇവിടെ എത്തിക്കുകയും അതിന്റെ കൂടെ തന്നെ വയനാട്, കണ്ണൂർ, അതുപോലെ തന്നെ മലപ്പുറം തുടങ്ങിയ പരിസര ജില്ലകളിൽ നിന്നുള്ള, പരിസര പ്രദേശങ്ങളിൽ നിന്നുള്ള ഫയർഫോഴ്സ് യൂണിറ്റിനെയും കോഴിക്കോടേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അരുൺ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കഴിഞ്ഞ 6-7 വർഷത്തിനിടയ്ക്ക് അത്രത്തോളം തവണ തന്നെ, 6ഓളം തവണ തന്നെ ഈ സമീപ പ്രദേശത്തെ മിഠായി തെരുവിൽ തീ പിടിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ ഒരു തവണ വ്യക്തിപരമായ കാരണത്തിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി തീയിട്ടതാണെങ്കിൽ ബാക്കി 4 തവണയും ഷോർട്ട് സർക്യൂട്ട് ആയിരുന്നു. ഒരു ചരിത്രം പരിശോധിച്ചാൽ നിലവിലും അങ്ങനെ തന്നെയാണ് എന്ന് കരുതാമോ? ലഭിക്കുന്ന വിവരങ്ങൾ, പ്രദേശവാസികൾ അല്ലെങ്കിൽ അവിടുത്തുകാർ നൽകുന്ന സൂചനകൾ, നമ്മളോട് സംസാരിച്ചപ്പോൾ ലഭിക്കുന്ന സൂചനകളൊക്കെ അത്തരമൊരു സാധ്യത ഇപ്പോൾ തള്ളിക്കളയാൻ വേണ്ടി സാധിക്കില്ല. ഷോർട്ട് സർക്യൂട്ട് ഉൾപ്പെടെയുള്ള സാധ്യതകളെ നമുക്കിപ്പോൾ തള്ളിക്കളയാൻ വേണ്ടി സാധിക്കില്ല. പക്ഷേ ഇപ്പോഴത്തെ പ്രാഥമിക നിഗമനം അനുസരിച്ച് ഇത്തരം എന്താണ് ഈ അപകടത്തിന് കാരണം എന്നതുൾപ്പെടെയുള്ള വിഷയങ്ങൾ പോലും സംസാരിക്കാൻ പറ്റാത്ത, അത്തരം കാര്യങ്ങൾ പോലും ഷെയർ ചെയ്യാൻ പറ്റാത്തൊരു പൊതു സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പ്രാഥമിക പരിഗണന തീർച്ചയായും ഇവിടുത്തെ രക്ഷാപ്രവർത്തനങ്ങൾക്കാണ്. ഇപ്പോൾ 15 യൂണിറ്റുകളോളം ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. കണ്ണൂരിൽ നിന്നും മലപ്പുറത്തു നിന്നും ഫയർഫോഴ്സ് സംഘം കോഴിക്കോട്ടേക്ക് തിരിച്ച ഏറ്റവും പുതിയ വിവരമാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. കോഴിക്കോട് ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള അധികൃതർ ഈ പ്രദേശത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. സിറ്റി പോലീസ് കമ്മീഷണർ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇവിടത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും വളരെ വിപുലമായ ഒരു രക്ഷാപ്രവർത്തനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അരുൺ, ഈ രക്ഷാപ്രവർത്തനത്തിനൊപ്പം തന്നെ പ്രദേശവാസികളെ അല്ലെങ്കിൽ അവിടെ നിന്ന് ആളുകളെ ഒഴിപ്പിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതെല്ലാം എത്രത്തോളം കൃത്യതയോടെയും വേഗത്തോടെയും നിലവിൽ പൂർത്തിയാക്കാൻ കഴിയുന്നുണ്ട്? പ്രത്യേകിച്ച് കോഴിക്കോട് മിഠായി തെരുവിന്റെ ഒരു സവിശേഷമായ അതിരിക്കുന്ന സാഹചര്യം നോക്കിയാൽ. പി വി കുട്ടനാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ട് ഇരുന്നത്. മിഠായി തെരുവിൽ വലിയ തരത്തിലുള്ള തീപിടുത്തമാണ് ഉണ്ടായിരിക്കുന്നത്. കോഴിക്കോട് 15 യൂണിറ്റ് ഫയർഫോഴ്സ് നിലവിൽ അവിടെ എത്തിയിരിക്കുമ്പോൾ തന്നെ സമീപ ജില്ലകളിൽ നിന്ന് കൂടി ഫയർഫോഴ്സ് യൂണിറ്റിൻ്റെ സേവനം അവിടേക്ക് എത്തിക്കാൻ, ലഭ്യമാക്കാനുള്ള സാഹചര്യങ്ങൾ കൂടിയാണ് നിലവിൽ നടക്കുന്നത്. തീയണയ്ക്കാനുള്ള ശ്രമം വളരെ തകൃതിയായി തന്നെ നടക്കുന്നുണ്ട്. സംഭവ സ്ഥലത്തു നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് നിലവിൽ ലഭിക്കുന്നത്. തുണിക്കടയ്ക്കാണ് തീ പിടിച്ചത്. മറ്റ് കടകളിലേക്ക് കൂടി തീ വ്യാപിച്ചിട്ടുണ്ട് എന്നുകൂടി അറിയുന്നുണ്ട്. തീ നിയന്ത്രണ വിധേയമാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലും നിലവിൽ സംശയാസ്പദമാണ്. ആ തരത്തിൽ അത്ര വലിയ അളവിലുള്ള തീപിടുത്തം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ആളപായം എന്നതിനെ സംബന്ധിച്ച് പ്രാഥമിക വിവരങ്ങൾ മാത്രമാണ് ലഭിക്കുന്നത്. എത്രത്തോളം ആളപായം എന്നത് സംബന്ധിച്ച് സൂചനകൾ ഇല്ല, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രാഥമിക വിവരങ്ങളാണ് ലഭിക്കുന്നത്. എന്തായാലും വലിയ തോതിലുള്ള തീപിടുത്തം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. സമീപ വർഷങ്ങളിൽ ഇപ്പോൾ 7ാമത്തെ തവണയാണ് കോഴിക്കോട് മിഠായി തെരുവിൽ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. 4 തവണയോളം ഷോർട്ട് സർക്യൂട്ട് ആയിരുന്നു തീപിടുത്തത്തിന് കാരണമെങ്കിൽ ഒരു തവണ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട് മറ്റ് സമീപ ജില്ലകളിൽ നിന്നുകൂടി ഫയർഫോഴ്സ് ഈ യൂണിറ്റിൻ്റെ സേവനം ആവശ്യപ്പെട്ടിട്ടുണ്ട്. വളരെ അടിയന്തരമായി അത് കോഴിക്കോട് മിഠായി തെരുവിലേക്ക് എത്തുകയാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. നിലവിൽ കോഴിക്കോട് ജില്ലയിലെ 15 ഫയർഫോഴ്സ് യൂണിറ്റുകളുടെ സേവനമാണ് ലഭ്യമാക്കുന്നത്. മിഠായി തെരുവിൻ്റെ കടകളുടെ ഒരു സവിശേഷമായ സാഹചര്യം എപ്പോഴും
ഈ തീ അണയ്ക്കുന്നതിന് വളരെ ബുദ്ധിമുട്ടാണ്. അവിടേക്ക് എത്തിപ്പെടുന്നതിന് കഴിഞ്ഞ തവണയും തീപിടുത്തത്തിൽ ഇത് തന്നെയായിരുന്നു. ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തിയിട്ടുണ്ട് എങ്കിൽ തന്നെയും സവിശേഷതമായ പാതകളുടെയും കടകൾ ഇരിക്കുന്നതിൻ്റെയും ഒക്കെ ഒരു പ്രത്യേകത ഉള്ളതുകൊണ്ട് തന്നെ ഇടുങ്ങിയ പ്രദേശമാണ് കൂടുതൽ എന്നതുകൂടി പരിഗണിക്കുമ്പോൾ അങ്ങോട്ടേക്ക് വണ്ടികളെത്താനും വാഹനമെത്താനും രക്ഷാപ്രവർത്തനം അടക്കമുള്ളവ നടത്താൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. എന്തായാലും സമാനമായ സാഹചര്യമാണ് ഇത്തവണയും നിലനിൽക്കുന്നത് എന്നാണ് ഞങ്ങളുടെ പ്രതിനിധി പി വി കുട്ടൻ കോഴിക്കോട് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. നിലവിൽ എന്തായാലും 15 യൂണിറ്റ് ഫയർഫോഴ്സ് സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. സമീപ ജില്ലകളിൽ നിന്ന് കൂടി വയനാട്, കണ്ണൂർ, മലപ്പുറം സമീപ ജില്ലകളിൽ നിന്നുകൂടി കൂടുതൽ ഫയർഫോഴ്സിൻ്റെ സേവനം ലഭ്യമാക്കാനുള്ള ശ്രമത്തിലാണ്. വളരെ അടിയന്തരമായി അത് അവിടെ എത്തും എന്നും നിലവിൽ അറിയാൻ കഴിയുന്നു. എന്തായാലും വലിയ തരത്തിലുള്ള വലിയ തോതിലുള്ള തീപിടുത്തമാണ് കോഴിക്കോട് മിഠായി തെരുവിൽ ഉണ്ടായത് എന്നാണ് അറിയാൻ കഴിയുന്നത്. മറ്റ് പുതിയ വിവരങ്ങൾ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി പി വി കുട്ടൻ അല്പസമയത്തിനകം തന്നെ ടെലിഫോൺ ലൈനിൽ ചേരും. വളരെ ഗുരുതരമായ വളരെ വലിയ തോതിലുള്ള വളരെ വലിയ തരത്തിലുള്ള തീപിടുത്തം തന്നെയാണ് കോഴിക്കോട് മിഠായി തെരുവിൽ ഉണ്ടായിരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. കോഴിക്കോട് മിഠായി തെരുവിലെ കോയിൻകോ ബസാറിന് സമീപമാണ് കടകൾക്ക് തീപിടിച്ചത്. വലിയ തരത്തിലുള്ള തീപിടുത്തം തന്നെ ഉണ്ടായിരിക്കുന്നുവെന്ന് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നു. കോയിൻകോ ബസാറിന് സമീപമാണ് തീപിടുത്തം ഉണ്ടായത്. ഫയർഫോഴ്സിൻ്റെ 15 യൂണിറ്റുകളാണ് നിലവിൽ തീ അണയ്ക്കാൻ ശ്രമിക്കുന്നത്. സമീപ ജില്ലകളിൽ നിന്നുകൂടി ഫയർഫോഴ്സ് യൂണിറ്റിൻ്റെ സേവനം ലഭ്യമാക്കാനുള്ള ശ്രമത്തിലാണ്. ജില്ലാ കളക്ടർ അടക്കമുള്ളവർ സംഭവ സ്ഥലത്തേക്ക് തിരിച്ചിട്ടുണ്ട്. നിലവിൽ അവർ അവിടെ എത്തിച്ചേർന്നു എന്നുകൂടിയാണ് ലഭിക്കുന്ന വിവരങ്ങൾ. എത്രത്തോളം നിയന്ത്രണ വിധേയമാണ് തീ, അഗ്നിബാധ എത്രത്തോളം വലിയ തോതിലാണ് കടകളെ ബാധിച്ചിരിക്കുന്നത്, ആളപായമുണ്ടോ എന്നത് സംബന്ധിച്ച് പ്രാഥമിക വിവരങ്ങൾ മാത്രമാണ്, സൂചനകൾ മാത്രമാണ് ലഭിക്കുന്നത്. എന്തായാലും അപകട സാഹചര്യം, അതിൻ്റെ തോത് എത്രത്തോളമാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇനിയും പുറത്തു വരാനിരിക്കുന്നതേയുള്ളൂ. 7ാമത്തെ തവണയാണ്, സമീപകാല ചരിത്രത്തിൽ 7ാമത്തെ തവണയാണ് കോഴിക്കോട് മിഠായി തെരുവിന് തീപിടുത്തം ഉണ്ടാകുന്നത്. ഏത് തരത്തിലാണ് തീപിടുത്തം ഉണ്ടായത്, എന്താണ് തീപിടുത്തത്തിന് കാരണം, അപകടത്തിന് കാരണം, ഷോർട്ട് സർക്യൂട്ട് അടക്കമുള്ള സാധ്യതകൾ തള്ളിക്കളയുന്നില്ല. അത്തരത്തിലുള്ള നിഗമനങ്ങൾ, അത്തരത്തിലുള്ള അന്വേഷണങ്ങൾ ഒക്കെ ഇതിന് ശേഷം മാത്രമാകും ഉണ്ടാകുന്നത്. നിലവിൽ തീ എത്രത്തോളം നിയന്ത്രണ വിധേയമാക്കാൻ സാധിക്കും എന്നതിന് കിണഞ്ഞ് പരിശ്രമിക്കുകയാണ് ഫയർഫോഴ്സും അധികൃതരും നാട്ടുകാരും മറ്റ്. അതുകൊണ്ട് തന്നെ 15 യൂണിറ്റ് നിലവിൽ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. സമീപ ജില്ലകളിൽ നിന്നുകൂടി കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റിനെ സംഭവ സ്ഥലത്തേക്ക് എത്തിക്കുന്നതിനുള്ള ശ്രമമാണ്. കോഴിക്കോട് മിഠായി തെരുവിൽ വലിയ തരത്തിലുള്ള തീപിടുത്തമാണ്. തത്സമയ ദൃശ്യങ്ങളാണ് നിലവിൽ കാണുന്നത്.